ഹലോ, ഞാൻ ഡോക്ടർ ടിഷ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മുടി വളരാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പറയാം. മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, പെട്ടെന്ന് ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ മുടിയിൽ പുറമേയും ഉള്ളിലുമൊക്കെ ചെയ്തതുകൊണ്ട് മുടി വളരില്ല. ഒരു 3-4 മാസം നമ്മളത് ഫോളോ ചെയ്താൽ മാത്രമേ അതിന് ആ ഒരു എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ. ആ കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പുറമേ ഉള്ളിലും ഒക്കെ ചെയ്താൽ ഒരു 3-4 മാസം വെയിറ്റ് ചെയ്താലേ നമുക്ക് ആ ഒരു കട്ടിയുള്ള മുടി, നമ്മൾ എന്തൊരു കാര്യം, മുടി മാത്രമല്ല മുഖത്തായാലും മറ്റെന്തായാലും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അത് മനസ്സിലാക്കുക. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റ് ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നുമില്ല, ആരോഗ്യമായിട്ടുള്ള അവസ്ഥ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇത്തരം നിങ്ങൾക്ക് ജനറൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അല്ല മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബ്ലഡ് ടെസ്റ്റോ അതെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അത് കാരണം കണ്ടെത്തി അതിന് മരുന്ന് കഴിക്കുക. അത് ശ്രദ്ധിക്കുക. കാര്യം മുടി വളരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഹീമോഗ്ലോബിൻ, തൈറോയിഡ്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, ഇതൊക്കെ പോലെ കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് മുടി കൊഴിയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അതിന് മരുന്ന് കഴിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ടിപ്സൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിൽ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മുടി വളരാനായിട്ട് നിങ്ങൾ ശ്രദ്ധയൊക്കെ കൊടുത്തു തുടങ്ങുന്ന ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ കുറച്ച് കാര്യം മനസ്സിലാക്കുക. അതിൽ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആ ഒരു സ്ട്രെസ്സുമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ സ്ട്രെസ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഭയങ്കരമായിട്ട് കുറച്ച് കൊണ്ടുവരിക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാനസിക സമ്മർദ്ദമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാക്സിമം ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് അത് കുറച്ച് കൊണ്ടുവരിക. സ്ട്രെസ്സ് കൂടുന്തോറും മുടി കൊഴിയാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. മറ്റൊരു കാര്യം, ഉറക്കം. എല്ലാ രോഗത്തിനും നമ്മൾ ആദ്യം പറയേണ്ടത് സ്ട്രെസ്സും ഉറക്കവും തന്നെയാണ്. സ്ട്രെസ്സ് കുറയ്ക്കുമ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് ഉറക്കം കിട്ടും. ഒരു 7-8 മണിക്കൂർ സുഖമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉറക്കം നിർബന്ധമാണ്. ഇത് രണ്ടും ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ മുടിയുടെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നനഞ്ഞ മുടി കോതാതിരിക്കുക. കുളിച്ച ഉടനെ തന്നെ മുടി എടുത്തു വെച്ചിട്ട് ഭയങ്കരമായിട്ട് കോതിയാൽ എന്താ സംഭവിക്കുക, ഒരുപാട് മുടി കൊഴിയും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നനഞ്ഞ മുടി കോതരുത്. അതുപോലെ തന്നെ ഡ്രയറും സ്ട്രെയിറ്റ്നറും ഒക്കെ യൂസ് ചെയ്യുന്നവർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. അത് ശ്രദ്ധിക്കുക. ഭയങ്കരമായിട്ട് ചൂട് കൊടുക്കുമ്പോഴത്തേക്കും മുടി കൊഴിയും, അത് നമുക്കൊക്കെ അറിയാമെന്നുള്ളതാണ്. അപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാതെ വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇവൻറ്റോ ഫംഗ്ഷനോ ഒക്കെ വരുമ്പോഴത്തേക്കും യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ടൈറ്റായിട്ട് കെട്ടി വെക്കാതിരിക്കുക. നമ്മൾ പല സ്റ്റൈലൊക്കെ ട്രൈ ചെയ്തിട്ട് കെട്ടി വെച്ചതിന് ശേഷം എല്ലാം കൂടെ വാരി വലിച്ച് ഇളക്കി കളയൽ സ്ഥിരം എല്ലാവർക്കും ഉള്ളതാണ്. ക്ഷമ കെട്ടാനുണ്ടാവും, പക്ഷേ അഴിക്കുമ്പോഴത്തേക്കും ആ ഒരു ക്ഷമ ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ കുറേ മുടി അങ്ങ് പോകും. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ഇനി ഷാംപൂ, ഓയിൽ നിങ്ങൾ തേച്ചില്ല എങ്കിലും ഷാംപൂ എല്ലാ ദിവസവും ഉപയോഗിക്കാതിരിക്കുക. ഷാംപൂസിൽ ഒക്കെ കെമിക്കൽസ് ഉണ്ട്, അത് നിങ്ങളുടെ മുടിയുടെ ആ ഒരു വളർച്ചയെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാരണങ്ങളിൽ പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ എന്ന് വെച്ചാൽ, ചൂടുവെള്ളം, നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കുളിക്കുന്നത് ഒഴിവാക്കുക. അതും നിങ്ങളുടെ ആ ഒരു മുടി കൊഴിച്ചിലിന് കാരണമാകും. സ്ഥിരമായിട്ട് കുളിക്കാതിരിക്കുക. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഭയങ്കര ചൂടായിട്ടല്ല, ചെറു ചൂടോടുകൂടിയൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഡെയിലി ഉപയോഗിക്കുമ്പോൾ ഈ ഒരു മുടി കൊഴിച്ചിൽ ഉണ്ടായി കാണാറുണ്ട്. ഇനി നിങ്ങൾക്ക് മുടി വളരാൻ ആഗ്രഹിക്കുന്നവർ കഴിക്കേണ്ട ആഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ടതാണ് ആഹാരം. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? കുറച്ച് ആഹാരമൊക്കെ നമുക്കറിയായിരിക്കും, പക്ഷേ കുറച്ചും കൂടെ ആഹാരങ്ങളൊക്കെ ഉണ്ട്. പ്രോട്ടീൻസും അതുപോലെ തന്നെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു കെരാറ്റിൻ, നമുക്ക് മുടി അറിയാം അല്ലേ, മുടിയിൽ ആ ഒരു കെരാറ്റിൻ, ഇവയ്ക്കൊക്കെ സഹായിക്കുന്ന കുറച്ച് ആഹാര രീതികളുണ്ട്. അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ എല്ലാ ദിവസവും ഉൾപ്പെടുത്താം, പക്ഷേ അളവനുസരിച്ചിട്ട് നിങ്ങൾ കഴിക്കുക. വലിച്ചു വാരി പെട്ടെന്ന് ഇന്ന് കുറേ തിന്നെന്ന് വെച്ചിട്ട് നാളെ മുടി വളരില്ല. അത് ശ്രദ്ധിക്കുക. ഇലക്കറികൾ, ചീര, മുരിങ്ങയില നിങ്ങൾക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പച്ചക്കറികൾ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, അതുപോലെ നട്ട്സ്, ബദാം, വാൾനട്ട്, എള്ള് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതും അളവ് ശ്രദ്ധിക്കുക. ഒരു ദിവസം 4-5 ഇവ വെച്ചിട്ട് കഴിക്കുക. എള്ളെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് എടുത്താൽ മതി, ഒരുപാട് കഴിക്കരുത്. അത് മറ്റ് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കും. മുട്ട കഴിക്കുന്നവർക്ക് ഒരു മുട്ട കഴിക്കാവുന്നതാണ് ഡെയിലി. പാല്, തൈര്, നെയ്യ് ഉൾപ്പെടുത്താം. ചെറുപയർ, കടല, പയറുവർഗ്ഗങ്ങളിൽ അവ ഉൾപ്പെടുത്താം.
പഴങ്ങളാണെന്നുണ്ടെങ്കിൽ നെല്ലിക്ക, പപ്പായ, മാതളം ഇവയൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. വെള്ളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെള്ളം എന്ന് പറയുന്നത്. എത്ര എന്താ പറയുക, നമുക്ക് ഡെയിലി ഇത്ര ലിറ്റർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോഫ്റ്റ് ഡ്രിങ്ക്സ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. സോഫ്റ്റ് ഡ്രിങ്ക്സ് നമുക്കറിയാം അത് കുടിക്കുമ്പോൾ മുടി നരയ്ക്കാനും ചാൻസ് ഉണ്ട്, അത് ഒഴിവാക്കുക. ഫാസ്റ്റ് ഫുഡും ഭയങ്കര ഓയിലി ആയിട്ടുള്ള ആഹാര രീതികളും നിങ്ങൾ ഒഴിവാക്കുക, അത് ശ്രദ്ധിക്കുക. ഭയങ്കര ഓയിലി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഇതുപോലെ എന്താ പറയുക, നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഫാസ്റ്റ് ഫുഡ് ഡെയിലി കഴിക്കുക, വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഡെയിലി കഴിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതും കഴിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി നമുക്ക് നാച്ചുറലായിട്ട് എന്തൊക്കെ ചെയ്യാം അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ ഏറ്റവും ആദ്യം എണ്ണ തേച്ചുള്ള കുളി തന്നെയാണ്. എണ്ണ തേച്ചുള്ള കുളി ഭയങ്കര എഫക്റ്റീവ് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് കുട്ടികളോട് നമ്മൾ പറയുമ്പോഴത്തേക്കും അവർക്ക് കുറച്ച് നീരസമൊക്കെ ഉണ്ടായിരിക്കും. എങ്കിലും കുഴപ്പമില്ല. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എണ്ണ തേച്ച് മസാജ്, ശരിക്കും എണ്ണ തേച്ചാൽ മുടി വളരൂ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് മസാജിലാണ് ഇരിക്കുന്നത്. നാച്ചുറലായിട്ട് നമ്മുടെ ഹെയറിന് ഒരു ചെറിയൊരു ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട്. എങ്കിലും നമ്മൾ കുറച്ച് എന്താ പറയുക, അത് എണ്ണയിൽ നമ്മൾ കുറച്ച് എന്താ പറയുക മരുന്നൊക്കെ ചേർത്തിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടും, അതാണ് പറയുന്നത്. അല്ലാണ്ട് എണ്ണ തേച്ച് മുടി വളരും എന്നൊരു കോൺസെപ്റ്റ് അല്ല. എണ്ണ തേച്ച് ഒരു നല്ല രീതിയിൽ മസാജ് കൊടുക്കുകയും എണ്ണയിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസ് അനുസരിച്ചിട്ടിരിക്കും. അത് ശ്രദ്ധിക്കുക. അപ്പോൾ നാച്ചുറലായിട്ട് ഉള്ള എണ്ണകൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും നാച്ചുറലായിട്ട് വീട്ടിൽ നമ്മൾ നാച്ചുറൽ സാധനങ്ങൾ കളക്ട് ചെയ്ത് ഉണ്ടാക്കുന്ന എണ്ണയ്ക്കായിരിക്കും കുറച്ചും കൂടെ എഫക്റ്റ് കൂടുതൽ മറ്റ് കടയിൽ നിന്ന് വാങ്ങുന്ന എണ്ണകളെക്കാട്ടും. വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി കറിവേപ്പില, അതുപോലെ കയ്യോന്നി, കുറേ സംഭവങ്ങളുണ്ട്, കച്ചാർ വാഴ ഇവയൊക്കെ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കി എണ്ണ തേച്ച് മസാജാണ് ഇതിൻ്റെ പ്രധാനം. എണ്ണ തേച്ചിട്ടുള്ള കുളിയല്ല, എണ്ണ തേച്ച് മസാജോട് കൂടിയുള്ള കുളിയാണ് ഏറ്റവും പ്രധാനം. അത് എടുത്ത് പറയണം. കാര്യം എണ്ണ തേച്ചു മുടി വളരുന്നില്ല എന്നൊരുപാട്, പക്ഷെ നമ്മൾ മസാജ് കൊടുക്കണം. ഒരു 10-15 മിനിറ്റ് എങ്കിലും ഒരു മിനിമം നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. താളികൾ ഉപയോഗിക്കാം. ഷാമ്പൂവിന് പകരം പയറുപൊടി താളികൾ ഉപയോഗിക്കാവുന്നതാണ്. കാര്യം നാച്ചുറൽ ഷാമ്പൂ ആണ് കുറച്ചും കൂടെ ബെറ്റർ, എല്ലാവർക്കും അറിയാവുന്നതാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന ഷാമ്പൂ ഉപയോഗിക്കുമ്പോഴത്തേക്കും ആ എണ്ണയുടെ ആ ഒരു എഫക്റ്റ് ഉണ്ടാകില്ല. എങ്കിലും പക്ഷേ ശ്രദ്ധിക്കുക, എണ്ണ തേച്ച് അവിടെ ഒരിക്കലും മുടി എണ്ണ കിടന്നിട്ട് നാളെ ഭയങ്കരമായിട്ട് മുടി വളരും എന്നൊരു രീതി ആരും ചിന്തിക്കരുത്. എണ്ണ തേച്ച് കളഞ്ഞാൽ അത് കഴുകി കളയുക. അവിടെ ഇരുന്ന് അത് പിന്നീട് ഡാൻഡ്രഫൊക്കെ ഫോം ചെയ്ത് തലയിൽ അഴുക്കൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എണ്ണ തേച്ചാൽ അത് കഴുകി കളയുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. പിന്നെ പയറുപൊടി ഉപയോഗിക്കാം. തലയിൽ പയറുപൊടി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഹെയർ പാക്കിൽ ഉലുവ ഏറ്റവും ബെസ്റ്റാണ്. ഉലുവ നിങ്ങൾക്ക് അരച്ച് ഹെയർ പാക്കായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 30 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം, അത് നല്ലതാണ്. പിന്നെ തല കഴുകാനുള്ള വെള്ളത്തിന് നിങ്ങൾക്ക് കറ്റാർവാഴയിട്ട വെള്ളം, ഉലുവ വെള്ളം, നെല്ലിക്ക വെള്ളം ഇവയൊക്കെ ഉപയോഗിക്കാം. നാച്ചുറൽ താളി നമ്മൾ പറഞ്ഞു, അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഭയങ്കര നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയും ഇവിടെ പറഞ്ഞിട്ടില്ല. ഉലുവ വീട്ടിൽ കിട്ടുന്നതാണ്, കറ്റാർവാഴ വീട്ടിൽ കിട്ടുന്നതാണ്, നെല്ലിക്ക വീട്ടിൽ കിട്ടുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു മെത്തേഡും പറഞ്ഞിട്ടില്ല. അതുപോലെ കോമൺ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് പറഞ്ഞിട്ടുള്ളത്. തൈര്, നാരങ്ങ ഇതൊക്കെ കുറേ പേർക്ക് അലർജി ഉണ്ടായിരിക്കും, അതൊക്കെ നമ്മൾ ഒഴിവാക്കി വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ മെത്തേഡ്, മുടി വളരാൻ സഹായിക്കുന്ന സിമ്പിൾ മെത്തേഡ്സ് ആണ് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ഈ വീഡിയോ കണ്ടാൽ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഈ വീഡിയോ അവതരിപ്പിച്ചിട്ടുള്ളത്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മറ്റ് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് മരുന്ന് കഴിച്ചതിന് ശേഷം ഈ രീതികൾ ഒന്ന് ഫോളോ ചെയ്യുക. ഒരു 2-3 മാസം ഒന്ന് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ബെനിഫിറ്റ് ഉണ്ടാകും. ഒരു 90% നിങ്ങൾക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടും. പിന്നെ കുറച്ച് മുടിയൊക്കെ കൊഴിയും, അത് സാധാരണയാണ്. എല്ലാ മുടിയുമല്ല, കുറച്ച് മുടിയൊക്കെ ആയിട്ട് കൊഴിഞ്ഞ് പോവാറുണ്ട്. എല്ലാ ദിവസവും കൊഴിക്കുമ്പോഴത്തേക്കും അത് മുടി കൊഴിയുന്നത് നിങ്ങൾ ഭയങ്കര ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. തലയിൽ പുതിയ മുടി വരുമ്പോഴത്തേക്കും പഴയ കുറച്ച് മുടിയൊക്കെ കൊഴിഞ്ഞു പോകും, അതിന് ടെൻഷൻ ആവേണ്ട. പക്ഷേ മുടി സാധാരണ രീതിയിലും ഒരുപാട് കൊഴിയുമ്പോഴാണ് നമ്മൾ മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്.
അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സോ കൂടുതൽ വീഡിയോ കിട്ടാനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്